അസ്സലാമലൈക്കും, വെൽക്കം ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സുഖമാണെന്ന് തന്നെ വിശ്വസിക്കുന്നു. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ചിക്കൻ വെച്ചിട്ട് ഫ്രൈഡ് ചിക്കൻ എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ചിക്കന് ബട്ടർ മിൽക്കിൽ നമുക്കൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ബട്ടർ മിൽക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 1/4 കപ്പ് പാലുണ്ടാവും. ഞാൻ ഏകദേശം ഒരു 5-8 പീസ് ചിക്കനെ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ 1/4 കപ്പ് മിൽക്ക് എടുത്തേക്കുന്നത്. അതിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ മിൽക്കിന്റെ അളവും കൂടെ അഡ്ജസ്റ്റ് ചെയ്യണേ. ഇനി ബട്ടർ മിൽക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. നമ്മള് മിൽക്ക് എടുക്കുക, അതുപോലെ തന്നെ ഒന്നില്ലെങ്കിൽ കുറച്ച് വിനാഗിരി അല്ലെങ്കിൽ കുറച്ച് ലൈം ജ്യൂസ് ഇതിനകത്തേക്ക് നമ്മുടെ മിൽക്കിലോട്ട് ഒന്ന് സ്ക്യൂസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാനിവിടെ ഇത് ജിഞ്ചറും അതുപോലെ തന്നെ ഗാർലിക്കും ഒരു ചെറിയ പീസ് ഓനിയനും കൂടെ നല്ല പോലെ കുറച്ച് വെള്ളം ചേർത്തൊന്ന് പേസ്റ്റ് ആക്കി അടിച്ചു വെച്ചേക്കുവാണ്. അപ്പൊ ജിഞ്ചർ ഏകദേശം ഒരു ചെറിയൊരു ഇഞ്ച്, ഒരു 1/4 ഇഞ്ച് നീളമുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളി ഉണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ സവാളയുടെ ഒരു 1/4 പോർഷൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഏകദേശം ഇത്രയും ആഡ് ചെയ്ത് കൊടുക്കുക. ബാക്കി നമുക്ക് പിന്നീട് ചേർക്കാനുള്ളതാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിനകത്തേക്ക് ഒരല്പം ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കുക. മുളക് പൊടി ഞാൻ ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മള് ഈ മിക്സിനകത്തോട്ട് നമ്മുടെ ചിക്കനെ നമുക്കൊന്ന് സോക്ക് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാം. ഓരോ പീസായിട്ട് ഇതിനകത്ത് മൊത്തം ഒരു 1/2 മണിക്കൂർ അങ്ങ് സോക്ക് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിനകത്തേക്ക് നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ആഡ് ചെയ്യാനായിട്ട് മറന്നു. ആവശ്യത്തിന് സോൾട്ടും കൂടെ ചേർത്ത് കൊടുക്കണേ. ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊരു 1/2 മണിക്കൂർ ഇതിനകത്തൊന്ന് സോക്ക് ചെയ്യാനായിട്ട് കിടക്കണം. ഇപ്പൊ എന്തായാലും നമ്മുടെ ചിക്കനെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചു. ആ സമയം കൊണ്ട് നമുക്ക് ഇനി ബാക്കിയുള്ള ഇതിന്റെ ആ ഒരു ഡോ തയ്യാറാക്കി എടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് മൈദ ആദ്യം തന്നെ ഞാനൊരു 3 ടേബിൾ സ്പൂൺ മൈദ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിനകത്തേക്ക് കുറച്ച് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണം. അപ്പൊ ഞാൻ കോൺഫ്ലോർ ഏകദേശം 1 ടേബിൾ സ്പൂൺ അളവില് കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണിൽ കുറച്ച് കുറവുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പൊ ഞാൻ കൈവച്ച് തന്നെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുവാണ്. ഇപ്പൊ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഏകദേശം 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്ന് ചിക്കൻ മാത്രം എടുത്തിട്ട് നമ്മുടെ ഈ ഒരു മിക്സറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഞാൻ ചിക്കൻ മാത്രം അതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് നല്ല പോലെ കൈ വെച്ച് മിക്സ് ചെയ്യാം. ഇനി വേണ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബട്ടർ മിൽക്കിന് ഒരല്പം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഇതെല്ലാം ഒന്ന് നല്ല പോലെ മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ബാക്കി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി
ആ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക. സവാളയും കൂടെ പേസ്റ്റ് ഉണ്ട്. ഇനിയിപ്പോ ഇതിന് പകരം ഇതിന്റെയൊക്കെ പൗഡർ നിങ്ങളുടെ കയ്യിൽ സെപ്പറേറ്റ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു മിക്സിനെ ഒന്ന് കുറച്ചു നേരം ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി അടുത്തായിട്ട് ഒരു ബൗൾ എടുക്കുക. ഇനി ആ ബൗളിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഇതെല്ലാം കൂടെ ഒന്ന് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള മൈദമാവ് ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ മൈദമാവ്, ഒരു 4 ടേബിൾ സ്പൂൺ എടുത്തോളൂ കേട്ടോ. കാരണം എല്ലാം നല്ലപോലെ ഒന്ന് കോട്ടിങ് വേണ്ടേ, അതിന് വേണ്ടിട്ട് നമ്മൾ 4 ടേബിൾ സ്പൂൺ മൈദമാവ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനകത്തേക്ക് നമ്മള് അല്പം കോൺഫ്ലോർ ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി യൂസ് ചെയ്താലും മതി കേട്ടോ. നമുക്ക് ഇതിനകത്തേക്ക് ഒരു ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പൊ നമ്മുടെ കോട്ടിങ് റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ചിക്കൻ നേരത്തെ നമ്മുടെ പ്രോസസ്സ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചിക്കൻ എടുക്കാം. നമ്മുടെ ചിക്കൻ ഒന്ന് ഒരു പീസ് എടുക്കുക. നമ്മുടെ ഈ കോട്ടിങ്ങിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലപോലെ കോട്ടിങ് വരുത്താൻ വേണ്ടിയിട്ട് നല്ലപോലെ അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ പ്രസ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ നല്ലപോലെ കോട്ടിങ് കിട്ടും. ഇനി ഇതിനെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെക്കുക. അതിനകത്തേക്ക് കുറച്ചു നേരം ഒന്ന് ഇട്ട് വെച്ചേക്കുക. ഇനി നമുക്ക് അതിൽ നിന്ന് എടുക്കാം. എടുത്തിട്ട് ഒന്നുകൂടെ ഈ കോട്ടിങ്ങിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടെ നല്ല പോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ നെക്സ്റ്റ് ടൈം കോട്ട് ചെയ്യുമ്പോൾ പ്രസ് ചെയ്യരുത്, ജസ്റ്റ് ഒന്നിങ്ങനെ കോട്ട് ചെയ്തെടുത്താൽ മതി. അപ്പൊ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ചിക്കൻ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഞാനൊരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റുവാണ് കേട്ടോ. ഇട്ടപ്പോ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്, ഇനി മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മള് ബട്ടർ മിൽക്കിൽ ഇട്ട് വെച്ചത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ജ്യൂസിനെസ് ചിക്കന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മള് KFC എന്നൊക്കെ കഴിക്കുന്ന ചിക്കൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റും ആയിരിക്കും, എന്നാ ഭയങ്കര ജ്യൂസി ആയിരിക്കും അല്ലേ. അപ്പൊ ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബട്ടർ മിൽക്കിൽ സോക്ക് ചെയ്ത് വെച്ചത്.